ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 കർമ്മസന്യാസയോഗം. അപ്പോൾ ഇതിൽ ഒന്നില് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, സന്യാസയോഗമാണോ കർമ്മയോഗമാണോ ഏതാണ് ശ്രേഷ്ഠമെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. സന്യാസയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സന്യാസയോഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. സന്യാസയോഗം എന്ന് പറഞ്ഞാൽ സന്യസിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുക. സന്യസിക്കാൻ പോയത് കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടില്ല. അങ്ങനെ എത്രയോ പേര് സന്യാസം എന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഒറ്റയുടെ നമ്മളറിവിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെയില്ല. കാരണം അവരൊന്നും നമ്മളടുത്ത് വരാൻ പോകുന്നില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ വല്ല ഗുഹയിലും പോയിട്ട് ജീവിതം അങ്ങ് അവസാനിക്കും. അങ്ങ് ബ്രഹ്മത്തിൽ ലയിക്കും. പിന്നെ ശരീരം പോലും അവിടെ എവിടെയും കടന്ന് ദ്രവിക്കുകയും ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളറിവില്ല അങ്ങനെ ആരും തന്നെ സന്യാസി എന്നെല്ലാം പറഞ്ഞിട്ട് എത്രയോ പേരുണ്ട്. പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. അപ്പം സന്യാസയോഗമോ സന്യസിക്കാൻ പോവുക. സിനിമ മറ്റേ ഒരു സിനിമയിൽ നായകനായ ഒരു നായിക കഥാപാത്രം ഉണ്ടല്ലോ, സന്യസിക്കാൻ കുടുംബജീവിതം ഉപേക്ഷിച്ചിട്ട് സന്യസിക്കാൻ പോകുന്ന ആ കഥാപാത്രം ശ്രീനിവാസൻ അഭിനയിച്ചു. എന്നിട്ട് അതേപോലെ തിരിച്ചു വന്നാണ്. ചിലവർ തിരിച്ചു വരില്ല, അങ്ങനെ സന്യാസിയായിട്ട് നടക്കും. അപ്പം അങ്ങനെ പോകാമെന്നാണോ ഉദ്ദേശിച്ചല്ല നീ ശരിക്കും ബ്രഹ്മസാക്ഷാത്കാരം? അത് വേറെ കാര്യം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കർമ്മം തീർന്നാലേ സന്യസിക്കാൻ പോകുമ്പോഴും കർമ്മം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം സന്യസിക്കാൻ പോകുമ്പോഴും ആ സന്യസിക്കുന്നത് തന്നെ ഒരു കർമ്മം തന്നെയാണ്. അപ്പം രണ്ടും തമ്മിൽ എന്തില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തോ ചെയ്യുന്നുണ്ട്. ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടണമെന്നും പറഞ്ഞ് എന്തെല്ലോ ചെയ്ത് കൂട്ടുന്നു. അത് സന്യാസിയായിട്ട് വീടെല്ലാം വിട്ട് അങ്ങ് ഇറങ്ങിയാണ്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മം തീർക്കാൻ വേണ്ടി. അവർക്ക് കർമ്മമൊന്നും തീർന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ തീർന്നെങ്കിലും അടുത്ത ജന്മത്തിൽ മിച്ചമുണ്ടാവും. അപ്പം പോകാൻ പറ്റില്ല, സാക്ഷാത്കാരം നേടാൻ പോകുന്നില്ല. സന്യസിക്കാൻ പോകുമ്പോഴും അത് ഓരോ കർമ്മങ്ങൾ തന്നെ. കർമ്മം ഒരിക്കലും വിട്ടു മാറുന്നുമില്ല. അപ്പോൾ എന്തെല്ലോ കർമ്മമുണ്ട്. ഇന്ന കർമ്മമൊന്നുമില്ല. പിന്നെ മറ്റുള്ള കർമ്മമെല്ലാം അങ്ങേർക്ക് തീർന്നായിരിക്കും. ഈ ജന്മത്തിൽ ചെയ്യേണ്ടതെല്ലാം തീർന്നു ചെയ്യുന്നത് കൊണ്ടായിരിക്കും പിന്നെ സന്യാസം എന്നൊരു കർമ്മവുമായിട്ട് നടക്കുന്നത്. പക്ഷെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതല്ല. അവനവൻ ചെയ്യേണ്ട ജോലി, രാഷ്ട്ര പുരോഗതിക്കായിട്ട് ചെയ്യേണ്ട ജോലി, കാലം ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മത്തിൽ നിഷ്കാമകർമ്മം, എനിക്ക് എന്ന നിലയിലല്ല, ആ ശക്തി സൃഷ്ടിച്ചെടുത്ത് എനിക്കൊരു കർമ്മം ചെയ്യാനാണ്, എന്നെ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു. എനിക്ക് വേണ്ടി എന്ന ചിന്തയില്ലാതെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കർമ്മം എൻ്റേതല്ല, അതിൻ്റെ കർമ്മമാണ്. ഒരു കോടാലി കൊണ്ട് നമ്മൾ മരം വെട്ടുമ്പോൾ അത് കോടാലിൻ്റെ കർമ്മമല്ല, വെട്ടുന്ന ആളുടെ കർമ്മമാണ്. അല്ല കോടാലി അത് ചെയ്തു എന്നാരും പറയില്ല. അതുമാതിരി നമ്മളും അതിൻ്റെ കർമ്മം നമ്മളെ കൈകൾ കൊണ്ട് എല്ലാം ബുദ്ധി കൊണ്ടെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഇല്ല. അതാണ് കർമ്മയോഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അർജുനന് കാലാവശ്യപ്പെടുന്ന എന്താണ്? ആ ഭീഷ്മരെ ദുർമാർഗികളെ എല്ലാം കൊല്ലാൻ വേണ്ടിയാണ്. അതിൽ നല്ലത് മറ്റേതല്ലേ ആണെന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാറ്. അപ്പോൾ ഏതാ ശ്രേഷ്ഠം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടിൽ കൃഷ്ണൻ പറയുന്നു, രണ്ട് മുക്തി നൽകും. രണ്ട് വഴിയിൽ പോയാലും ബ്രഹ്മസാക്ഷാത്കാരം നേടും. എന്നാൽ കർമ്മയോഗമാണ് സന്യാസയോഗത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുകയാണ്. അപ്പം ശ്രേഷ്ഠ ഏത് തന്നെയാണ്? കർമ്മയോഗം തന്നെയാണ് എന്ന് പറയുകയാണ്. അതായത് ആ ഭാഗത്തേക്ക് പോകേണ്ട, അവിടെ പോയിട്ട് ആർക്കും ഒരു ഗുണവുമില്ല. ഇപ്പം സന്യാസയോഗത്തിൽ പോയാൽ അയാൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോവുകയാണ്. നേരെ മറ്റേ കർമ്മയോഗത്തിലാണെങ്കിൽ നമ്മൾ ലോക കാര്യങ്ങളിൽ പങ്കെടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ആ ശക്തിക്ക് വേണ്ട ജോലിയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ശ്രേഷ്ഠ ഇത് തന്നെയാണ്. ഇപ്പം നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ
ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? കാരണം തനിക്ക് വേണ്ടി ഒന്നും ചെന്നെ ചെയ്യുന്നില്ല. അത് ഒന്നും ചെയ്യാത്തതിന് സമമാണ്. കാരണം ആ ശക്തിക്ക് വേണ്ടി ലോക പുരോഗതികളിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുക്കുന്നു. അപ്പം കർമ്മം ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് എൻ്റെ കർമ്മവും അല്ല. അപ്പം അതാണ് ശ്രേഷ്ഠ. 3 പറയുന്നു, ആരെങ്കിലും ദോഷിക്കാതെ, ആരെങ്കിലും കുറ്റമൊന്നും കണ്ടെത്താതെ, ഒന്നിലും ആഗ്രഹമൊന്നുമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ നിത്യസന്യാസി തന്നെയാണ്. അവനും സന്യാസി തന്നെയാണ്. അതായത് ആരും കുറ്റം പറയാതിരിക്കുക, അത് സന്യാസീൻ്റെ ലക്ഷണമാണ്. സന്യാസിയാകുമ്പോഴും പറഞ്ഞിരിക്കുന്ന എന്താണ്? വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. പിന്നെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അപ്പോൾ സന്യാസിയാകുമ്പോൾ എന്ത് വേണം? ആരെയും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണമെന്ന് പറയുകയാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുകയാണെങ്കിൽ ആരെയും പിന്നെ കുറ്റം പറയാൻ അർഹതയില്ല, പറയില്ല. അപ്പം ആരും സന്യാസിയാകാൻ പോകുന്നു വേണ്ട, ആരെയും കുറ്റം പറയാണ്ട് നിന്നാൽ മതി. അത് സന്യാസി തന്നെയാണ്. അപ്പം ആരെയും ദോഷിക്കാതെയും ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെയും, ഇത് രണ്ടും ഉണ്ടായാൽ തന്നെ അവൻ നിത്യസന്യാസിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും കാണണ്ട എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടുപേര് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. കാരണം അവൻ ബന്ധനങ്ങളിൽ നിന്നും എളുപ്പത്തിൽ അവൻ ബന്ധനങ്ങളിൽ നിന്ന് നിഷ്പ്രയാസം മുക്തനാകും. അതായത് എനിക്ക് വേണ്ടിയല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന നിലയിൽ കർമ്മം ചെയ്യുകയാണെങ്കിൽ ബന്ധനം ഉണ്ടാവില്ല. എനിക്കെന്ന് പറയുമ്പോഴാണ് ബന്ധനങ്ങൾ. എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നല്ല, എനിക്ക് വേണ്ട എല്ലാ ശക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആരോടും എല്ലാ കർമ്മം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആരുമായിട്ട് ബന്ധവും ഉണ്ടാവില്ല. സന്യാസിക്ക് എന്തുണ്ടാണ്? സന്യാസിയോടും പറഞ്ഞിരിക്കുന്ന എല്ലാ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനാണ്. അത് രണ്ടും തന്നെയാണ്, ബന്ധനമില്ല. അപ്പം എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പിന്നെയോ 4 പറയുന്നു, സാഖ്യവും യോഗവും വ്യത്യസ്തമാണെന്ന് അജ്ഞന്മാർ പറയുന്നു. അപ്പോൾ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നുണ്ട്, അല്ലെ? ജ്ഞാനത്തിലൂടെ നേടാൻ ശ്രമിക്കുന്നവർ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജ്ഞാനം നേടി എന്താണ് ഈ ബ്രഹ്മം, പ്രപഞ്ചരഹസ്യം എന്താണ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോകുന്ന ആ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരും ജീവിതം ഏകദേശം സന്യാസിക്ക് സമാനമാണ്. ഒരു ശാസ്ത്രതത്വങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഏകദേശം ഭ്രാന്തന്മാർ. നമുക്കെല്ലാം തോന്നുന്ന ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അവരെ കാണുമ്പോൾ കുടിക്കില്ല, വീട്ടിൽ തിന്നേണ്ട വിചാരമില്ല. അവർക്ക് ആ ഗവേഷണ ചിന്തയായിട്ട് അങ്ങനെ, ചിലപ്പോൾ ഉടുപ്പ് പോലും മാറ്റില്ല, ആ ചിന്തയായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പം അത് സന്യാസി അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞു. എല്ലാം വിട്ടിട്ട് ഏതോ ലോകത്തിലായിട്ട് പോവുകയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞു പോകുന്നു. ഇവർ ബ്രഹ്മത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പോകുന്നു. അപ്പം അതും യോഗം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ട്. രണ്ടും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് എന്നെല്ലാം ചിലവർ അജ്ഞാന്മാരാണ് പറയുന്നത്. പക്ഷേ പണ്ഡിതർ അത് പറയില്ല. കാരണം എല്ലാം ഈ മാർഗം ഏത് സ്വീകരിച്ചാലും ഒരേ ഫലം തന്നെയാണുള്ളത്. നമുക്കറിയാലോ, നല്ല ചിന്തകരാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൽ താല്പര്യം ഉണ്ടാവില്ല, ഉടുതുടിയിലേക്ക് മാത്രം വലിയ താല്പര്യം ഉണ്ടാവില്ല, ഉറക്കുണ്ടാവില്ല. എപ്പോഴും ആ ബ്രഹ്മത്തെ, പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ നടക്കും. ഒറ്റക്ക് മറ്റുള്ളവരോടൊന്നും കൂട്ടുകൂടാനോ സംസാരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരുടെ ചിന്ത അങ്ങനെയാണ്. സന്യാസത്തിലേക്ക് പോകുന്നവരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീടെല്ലാം വിട്ടിട്ട് കുടുംബത്തെല്ലാം വിട്ടിട്ട് അങ്ങനെ ബ്രഹ്മം എന്ന് പറഞ്ഞ് നടക്കാനാണ്. കർമ്മയോഗത്തിലൂടെ പോകുന്നവരാണെങ്കിൽ നീ അവനവൻ എനിക്കല്ല ജോലി, എന്നെ സൃഷ്ടിച്ച് ആ ജോലി ചെയ്ത് വെക്കാനാണ്. എന്തെല്ലോ ജോലി എനിക്കുണ്ട്, അതങ്ങ് തീർത്ത് പോവുക. അങ്ങനെ ഒരു എനിക്ക് വേണ്ടിയിട്ടെന്നല്ല എന്ന ചിന്തയോടുകൂടി അങ്ങനെ പോവുക. എല്ലാം ഒരേ പോക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ അത് പറയില്ല, രണ്ടും വ്യത്യസ്തമാണെന്ന് പറയില്ല. ഏതെങ്കിലും ഒന്ന് വേണ്ടും വിധം അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം കിട്ടും. ഇത് ഏത് മാർഗത്തിൽ പോയാലും കിട്ടുന്ന ഫലം ഒന്ന് തന്നെയാണ്. അവർ ആ ബ്രഹ്മത്തിലെത്തിച്ചേരും. ആത്മാർത്ഥമായി പോവുകയാണെങ്കിൽ അവർ എത്തിച്ചേരുന്ന, ശാസ്ത്രജ്ഞന്മാരും എത്തിച്ചേർന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കും. ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ എന്താണ്? അതാണ് ഈ കളി മുഴുവൻ നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ അവനും ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല. മറ്റവനും ആ ബ്രഹ്മത്തെ പോയില്ലേ. കർമ്മം അവനവൻ്റെ കർമ്മം ഒന്നുമില്ലാതെ മാതിരി ചെയ്ത് തീർക്കുന്നവനും അവസാനം ബ്രഹ്മത്തിൽ തന്നെ പോയാണ് ജയിക്കുന്നത്. എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ അവസാനം അവൻ അതായിട്ട് തന്നെ തീരും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഫലം ഒന്ന് തന്നെയാണെന്ന് പറയുകയാണ്. ഇനി 5
രണ്ടുപേരും ഒരേ സ്ഥാനം തന്നെ നേടുന്നത്. രണ്ടുപേരും ഏത് രീതിയിലായാലും എത്തിച്ചേരുന്ന വ്യക്തി തന്നെയാണ്. രണ്ടാം ഒന്നായി കാണുന്നവനാണ് സത്യത്തെ കാണുന്നത്. അപ്പം എല്ലാം ഏത് മാർഗത്തിലൂടെ പോയാലും സത്യം ഒന്ന് തന്നെയാണ്. അത് സത്യം എല്ലാം ഒന്നായിട്ട് കാണാൻ പറ്റുന്നവനാണ് സത്യം തിരിച്ചറിയുന്നത്. ഇനി 6 സന്യാസം യോഗം കൂടാതെ പ്രാപിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ സന്യസിക്കാൻ പോയി എന്ന് വെച്ചുകൊണ്ട് സന്യാസിയാവില്ല. അത് എന്ത് വേണം? യോഗമാവണം. ആ ബ്രഹ്മവുമായിട്ട് നമ്മളങ്ങ് ലയിക്കണം. സന്യാസം എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിന് നടന്നു കഴിഞ്ഞാൽ ജനങ്ങളെയെല്ലാം വിളിച്ചെടുത്തിട്ട് പ്രഭാഷണം നടത്തിയാൽ എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ലയിക്കുന്നത്? സന്യാസിയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ നടക്കുക, അമ്പലത്തിൽ പോയി പൂജ നടത്തുക, അമ്പലത്തിൽ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലൊന്നും അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. സാധാരണ മനുഷ്യരും ചെയ്യുന്നു. ഇവരെ കാവ്യ കൊടുത്തിട്ട് ചെയ്യുന്നു നല്ല കവിഞ്ഞ് വേറെ വ്യത്യാസമൊന്നുമില്ല. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമേ ശരണം, എനിക്ക് യോഗമായിട്ട് ഒരു ബന്ധവുമില്ല. സന്യാസത്തിലേക്ക് പോകുന്ന ആദ്യം ചിന്തിക്കേണ്ടത് എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. എന്ത് കല്ലും മണ്ണ് കഴിഞ്ഞാൽ അതെല്ലാം ബ്രഹ്മമാണ്, അല്ലാതെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് സന്യാസം. അല്ലാതെ തന്നെ എന്തെല്ലോ ആണ്. അത് വേദം പറയുന്ന പരിപാടിയല്ല. അപ്പം അങ്ങനെ ആയെങ്കിൽ മാത്രമേ ആ യോഗം ബ്രഹ്മവുമായിട്ട് മനസ്സെപ്പോഴും യോജിച്ചു പോവുക, ബ്രഹ്മത്തിൽ മാത്രം ചിന്തിച്ചു പോകുമ്പോൾ മാത്രമേ പ്രാപിക്കുവാൻ പറ്റുള്ളൂ. യോഗമുണ്ടായാലേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ സന്യാസം എന്നും പറഞ്ഞ് പോയതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രയാസമാണ്. യോഗം കൂടാതെ പ്രയാസമാണ്. യോഗനിഷ്ഠനായ മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കും. അപ്പം യോഗനിഷ്ഠയായിരിക്കണം. എപ്പോഴും യോഗനിഷ്ഠ എന്ന് പറഞ്ഞാൽ യോഗം സംഭവിക്കണം. നമ്മളെ മനസ്സെപ്പോഴും ഹൃദയം എപ്പോഴും ആ ബ്രഹ്മത്തിൽ മാത്രം ലയിച്ചിരിക്കണം. കാണുന്നതെല്ലാം ബ്രഹ്മമായിട്ട് ചിന്തിക്കാൻ പറ്റണം. എങ്കിലേ ആ യോഗം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കാണുന്നതിനല്ല ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, അമ്പലം, പള്ളി ഇങ്ങനെയെല്ലാം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും യോഗയല്ല. യോഗം എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മത്തിൽ ലയിക്കുക, മനസ്സും ചിന്തകളും എല്ലാം. ഇനി 7 യോഗയുക്തനും പരിശുദ്ധാത്മാവും മനോജയം നേടിയവനും ജിതേന്ദ്രിയനും സർവ പ്രാണങ്ങളെയും തുല്യമായി കാണുന്നവനും കർമ്മം ചെയ്താലും ബന്ധനസ്ഥനായിത്തീരില്ല. അപ്പോൾ യോഗയുക്തൻ, നമ്മളെല്ലാം എല്ലാം ബ്രഹ്മമായി കൊണ്ട് ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നവനും പരിശുദ്ധാത്മാവും, നമ്മുടെ ആത്മാവ് ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസമാനമാവുക, അങ്ങനെയുള്ളവനും മനോജയം നേടിയവനും. അങ്ങനെ മനസ്സിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ജിതേന്ദ്രിയനും, ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം കീഴ്പ്പെടുത്തിയവനും സർവ പ്രാണങ്ങളെയും, പ്രാണനും അപാനനെയും എല്ലാം നിയന്ത്രിച്ച് നിർത്തുക. നമ്മളെ കൺട്രോളിൽ പ്രാണനെയും അപാനനെയും എല്ലാം ലയിപ്പിക്കുക. അതായത് നമ്മളെ നാഡികളിലൂടെ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന സിഗ്നൽസ് എല്ലാം നിർവീര്യമാക്കുക. എപ്പോഴും മനസ്സിനെ വിചാരങ്ങളെല്ലാം നിരക്കിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലൂടെ അതുണ്ടാക്കുന്ന സിഗ്നലൊന്നും സഞ്ചരിക്കില്ല. അതാണ് ബ്രീത്തിങ് എക്സസൈസിലൂടെ ചെയ്താൽ. അങ്ങനെ ഒരുത്തൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് ബന്ധനമില്ല. അപ്പോൾ ഒരാൾ സന്യാസിയായോ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകമായിട്ട് അവനൊരു ബന്ധവും കാണില്ല. എൻ്റെ ശിഷ്യരാണ്, എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരാണ്, ഇങ്ങനെ ഒരു ബന്ധവുമില്ല. ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഇനി 8-9 എന്ത് പറയുന്നു? യോഗയുക്തനായ തത്വജ്ഞാനി കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, ഭക്ഷിക്കുക, മറ്റേ മലമൂത്ര വിസർജനം ചെയ്യുക, എടുക്കുക എന്ന ഇവയൊന്നും ചെയ്താലും ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി എല്ലാ കർമ്മങ്ങളും ചിലപ്പോൾ ചെയ്തേക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? ഭക്ഷിച്ചെന്ന് വരും, സ്പർശിച്ചെന്ന് വരും, കാണുകയും കേൾക്കുകയെല്ലാം ചെയ്തെന്ന് വരും. എല്ലാം എന്താണ്? അതെല്ലാം ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നതും ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ദ്രിയത്തിൻ്റെ അടിമയല്ല. ഇതെല്ലാം ഇന്ദ്രിയങ്ങളുടെ ആവശ്യമായിട്ട് ചെയ്യുകയാണ്.
എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നു. അതൊന്നും എൻ്റെ കർമ്മമല്ല. അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കണ്ടിട്ട് കേട്ടിട്ട് എല്ലാം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളങ്ങ് ചെയ്തു കൊടുക്കും. അത് പ്രകൃതി ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷയങ്ങൾ, പ്രകൃതിയിലുള്ള വിഷയങ്ങൾ വരും. അത് കണ്ടിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ആ കർമ്മം എന്ന നിലയിൽ മാത്രമാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. അതെല്ലാം ആ ശക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ അവയവങ്ങൾ ചെയ്യുകയാണ് എന്ന നിലയിലാണ് അവൻ കരുതുന്നത്. അതായത് എന്നെയെ കാര്യം ചെയ്യിക്കാൻ ആ ശക്തിവിശേഷം ചിലത് കാണിക്കുന്നു, കേൾക്കുന്നു. അപ്പം അതിനനുസരിച്ച് ഞാൻ അത് ചെയ്തു കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ആ ശക്തിക്ക് വേണ്ടി. എനിക്കതിൽ പങ്കൊന്നുമില്ല എന്ന നിലയിൽ കർമ്മം ചെയ്യണം. എനിക്ക് എന്നൊരു ചിന്ത വരാൻ പാടില്ല. അതേസമയം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കൈ കൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? എന്നെ സൃഷ്ടിച്ചത് ആ ശക്തി വിശേഷം ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ കൊടുക്കുന്നു. എൻ്റെ ശരീരം അതെല്ലാം ചെയ്യുന്നു. പക്ഷേ എനിക്കിതിൽ ഒരു പങ്കുമില്ല. ഇത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാണ്, നിരന്ന് നിന്നിട്ടുണ്ട്. ഒരാൾ ഇങ്ങോട്ട് തരും, നമ്മൾ അങ്ങോട്ടേക്ക് വരും. ഒരാൾ ഇപ്പുറം തരും, നമ്മളതെടുത്തിട്ട് അപ്പുറം കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സതിലൊന്നും പോകുന്നില്ല. വെറുതെ ആന്തരികമായിട്ട് അങ്ങ് ജോലി ചെയ്യുകയാണ്, ചെയ്യാൻ ബാധ്യസ്ഥമായി ചെയ്യുകയാണ്. അല്ലാതെ എനിക്കതിൽ പങ്കൊന്നും ഇല്ല. ഈ നിലയിൽ നമ്മൾ ചെയ്യണം. എന്നിട്ട് 10 പറയുന്നു, ആസക്തി വിട്ട്, അതുകൊണ്ട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ബ്രഹ്മത്തിനായി എല്ലാം സർപ്പവും അർപ്പിച്ച്, ബ്രഹ്മം പിന്നെ സൃഷ്ടിച്ചത് കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ണിലൂട്ടി മൂക്കിലൂട്ടി എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാം നമ്മളടുത്ത് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ചില കർമ്മം ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ വന്നിട്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുകയും ചെയ്യുന്നുണ്ട്, കേൾക്കുന്ന ശബ്ദം നമ്മൾ ചോട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ധർമ്മമാണ് അയാൾക്ക് വെള്ളം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പോയിട്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കൊരു യന്ത്രം പോലെ എടുത്തു കൊടുക്കുന്നു. അല്ലാതെ അത് അയാളോട് ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ ശരീരം അത് ചെയ്തു കൊടുക്കുന്നു. ആ നിലയിൽ ചെല്ലണം. ആസക്തി വിട്ട് ബ്രഹ്മത്തിനായി എല്ലാ സർവവും അർപ്പിച്ച് കർമ്മം ചെയ്യുന്നവൻ എന്തു പറ്റും? വെള്ളം താമരയിൽ പിടിക്കാത്തതുപോലെ, വെള്ളം താമരയിലോട്ട് നിൽക്കാതെ പോലെ പാപം അവനെ ഏൽക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പാപം അവനെ ഏൽക്കില്ല, പുണ്യം അവനെ ഏൽക്കില്ല. പാപം അവനല്ല, പുണ്യം അവനല്ല. കാരണം എന്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ബ്രഹ്മത്തിനാണ് ചെയ്യുന്നത്. അപ്പം പാപം ഉണ്ടെങ്കിലും ബ്രഹ്മത്തിന് തന്നെ, പുണ്യം ഉണ്ടെങ്കിലും ബ്രഹ്മത്തിന് തന്നെ. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ ഒരാൾ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കണം എന്ന് നമ്മൾ ഇഷ്ടത്തോട് കൊടുക്കുന്നതും, യാന്ത്രികമായിട്ട് വെള്ളം കൊടുക്കുന്നതും രണ്ടും ചെയ്യുന്ന കർമ്മം ഒന്നാണെങ്കിലും വ്യത്യാസമുണ്ട്. ഒന്ന് ഞാനാണ് ചെയ്യുന്നത്, മറ്റേത് എന്നെ ജനിപ്പിച്ചതെന്നെ ജനിപ്പിച്ചു പോയി. അപ്പോൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ ജനിപ്പിച്ചത് ഇതെല്ലാം ചെയ്യാൻ തന്നെയാണ്. ആ നിലയിൽ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടി? ബ്രഹ്മത്തിന് വേണ്ടി. ഈ വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇനി 11-ാമത്തെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മശുദ്ധിക്ക് വേണ്ടി യോഗം നിസംഗതനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ ഈ ശരീരം മനസ്സും എല്ലാം ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തിനു വേണ്ടി? ആത്മശുദ്ധിക്ക് വേണ്ടി. ആത്മാവിനെ ശുദ്ധമാക്കുക. ആത്മാവ് ബ്രഹ്മമായി മാറുക. ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി മാറുക. ബ്രഹ്മം എന്തിനാണ് എന്നിലൊരു ആത്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ജോലി ചെയ്യാനുള്ള പ്ലാനാണ് നമ്മളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മം നമുക്ക് കുറച്ച് ജോലി തന്നിട്ടുണ്ട്. ആ ജോലി ചെയ്യേണ്ട ജോലിക്കാണ് ആത്മാവ് എന്ന് പറയുന്നത്.
ഒരു പ്ലാനാണ്. ആ പ്ലാൻ നമ്മൾ ചെയ്ത് തീർക്കണം മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ആ ചെയ്തിട്ട് ശുദ്ധമാക്കുക ആത്മാവ്, ആ ജോലി തീർത്തു കൊടുക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ആത്മശുദ്ധിക്ക് വേണ്ടി യോഗി നിസ്സംഗതനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കും. അപ്പോൾ രണ്ടും വ്യത്യാസമൊന്നുമില്ല. ഒരു യോഗ ഏത് രീതിയായാലും വ്യത്യാസമൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. 12 യോഗയുക്തൻ കർമ്മഫലം ഉപേക്ഷിച്ച് അവനെന്ത് ചെയ്യും? കർമ്മത്തിൻ്റെ ഫലത്തിലൊന്നും താല്പര്യം എടുക്കില്ല. വെള്ളം കൊടുത്തു എന്ന് വെച്ചിട്ട് അയാളിനെ നന്ദി പറയുന്നുണ്ടോ മറ്റേ ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കില്ല. കൊടുക്കുന്നു, അവനെ ശ്രദ്ധിക്കൊന്നുമില്ല. ശാന്തി നേടും. അവനെന്ത് കിട്ടും? ശാന്തി നേടും. നമുക്ക് ഒരു താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ശാന്തിയാണ് മനസ്സിൽ കിട്ടുന്നത്. ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള അശാന്തി ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മൾ ആഗ്രഹം തീരില്ല. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു ആഗ്രഹം ജനിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കും. അതെല്ലാം ശക്തി ഓടിക്കുകയാണ്. ഇത് തീരണ്ടെങ്കിൽ നമ്മളെ കർമ്മം നമുക്ക് വേണ്ടി എന്ന ചിന്ത ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് ചെയ്യും. കർമ്മഫലത്തിലൊന്നും ചിന്തിക്കില്ല. അതൊന്നും എല്ലാവർക്കൊന്നും പറ്റില്ല. അത് നല്ല കഴിവുള്ളവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ കർമ്മഫലം ഉപേക്ഷിച്ച് ശാന്തി നേടും. യുക്തനല്ലാത്തവൻ എന്ത് ചെയ്യും? കാമം മൂലം ഫലത്തിൽ ആസക്തനായി ബന്ധനത്തിലകപ്പെടും. എല്ലാത്തവൻ ബന്ധനത്തിലകപ്പെടും. ഒരാൾ വെള്ളം ചോദിക്കുമ്പോഴും നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും തമ്മിൽ ഒരു ബന്ധം അവിടെ വരികയാണ്. അയാളൊന്ന് ചിരിക്കും, നന്ദി പറയും. എന്നാലും നമ്മൾ പറയാൻ നന്ദി ഒന്നും പറയേണ്ട, ഇതെല്ലാം എൻ്റെ ധർമ്മമല്ലേ. പിന്നെ ഒരു ബന്ധം അങ്ങനെ വരും. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. കർമ്മബന്ധത്തിൽ നിന്ന് മുക്തി നേടണം. നമ്മൾ ആ ശക്തിയുടെ ജോലി കൊടുക്കുകയാണ്. പിന്നെ എന്ത് ബന്ധം? ഇപ്പോൾ പോസ്റ്റ്മാൻ ഒരു ലെറ്റർ തന്നു പോകുന്നതിന് നന്ദി പറയേണ്ട കാര്യം തിരിക്കുന്നത് അതവൻ്റെ ജോലിയാണ്. തന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് കൊണ്ടുപോകും. അത്രയല്ല. ഇനി 13 സർവകർമ്മവും മനസ്സുകൊണ്ട് ഇന്ദ്രിയ മനോജയം നേടി ജീവാത്മാവ് പ്രവർത്തിക്കാതെയും പ്രവർത്തിപ്പിക്കാതെയും 9 വാതിലുകളുള്ള ശരീരത്തിൽ സുഖമായി വസിക്കുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുവാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ജീവാത്മാവ്, നമ്മൾ എന്ന് പറയുന്നത് ആ ജീവാത്മാവാണ്. ആ ജീവാത്മാവ് 9 നവദ്വാരങ്ങളിലൂടെയാണ് സിഗ്നലെല്ലാം നമ്മുടെ ശരീരത്തിലെ കണ്ണിലൂട്ടി മൂക്കിലൂട്ടിയെല്ലാം പലതും നമ്മളെ ശരീരത്തിലേക്ക് സിഗ്നൽ വരുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ജിതേന്ദ്രിയനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 9 ദ്വാരങ്ങളിലുള്ള ശരീരമാണെങ്കിൽ പോലും അതിൽ ശാന്തനായിട്ട് ജീവാത്മാവ് നിൽക്കും, വസിക്കും. എല്ലാ ജീവാത്മാവ് ഓരോന്ന് കാണുന്നതനുസരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് മനസ്സിനെ കൊണ്ട് ഓടിപ്പിച്ച്. അപ്പം നമ്മളെന്ത് വേണം? സർവകർമ്മവും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചേക്കണം. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എന്ത് കർമ്മവും ഞാൻ ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം. ഞാൻ മനസ്സുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് വരുന്ന ജോലി അതിന് വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പം എനിക്ക് മനസ്സുമായിട്ട് ആ ഞാനാണെന്ന ചിന്തയോട് കൂടിയുള്ള ഒരു മനസ്സ് എനിക്ക് ഇല്ല. മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഇത്തരത്തിൽ ഉപേക്ഷിക്കുകയാണ്. എൻ്റെ ആഗ്രഹം വെച്ചിട്ടുള്ള മനസ്സ് വെച്ചിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് ചെയ്യുകയാണ്. എൻ്റെ 14 പറയുന്നു, ഈശ്വരൻ പ്രാണികൾക്ക് കർമ്മങ്ങളെയും അവയുടെ കർത്തൃത്വത്തെയും സൃഷ്ടിക്കുന്നില്ല. അപ്പം ഈശ്വരൻ ഒരിക്കലും ഞാനെന്ന ഈ വികാരത്തിന് പ്രാണികൾക്ക് കർമ്മങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ കർത്തൃത്വവും അതിൻ്റെ ഞാനാണ് ചെയ്യുന്നത് എന്ന കർത്തൃത്വവും അതിന് കൊടുത്തിട്ടില്ല. ഈശ്വരൻ ആരെയും
ഞാനെന്ന നിലയിൽ ചെയ്യാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനാണ് ചിന്തിക്കുന്നത്. ഇത് എൻ്റെതാണ്, ഈ ജോലി എൻ്റെതാണ്, ഈ സാധനം എൻ്റെ ആണെന്നല്ല ഞാനാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അധികാരമൊന്നും ഈശ്വരൻ ആർക്കും നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ഞാനായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മവും ഈശ്വരൻ തന്നിട്ടില്ല. ഞാനെന്തെങ്കിലും ചിന്തിച്ചിട്ട് എൻ്റെ നിലയിൽ ചെയ്യാനുള്ള ഒരു കർമ്മവും ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈശ്വരന് വേണ്ടിയിട്ട് പൂജ നടത്തണം, ഈശ്വരനെ രാവിലെ ഇന്നുകൊണ്ട് ചെയ്യുന്നതിൻ്റെ പകുതി അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ ഞാനായിട്ട് ചെയ്യേണ്ട ഒന്നും ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നീയായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാൻ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടില്ല. ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈശ്വരൻ്റെ കർമ്മമാണ്, പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ്. ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കും. ഈശ്വരൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാതെ ഞാൻ തന്നെ ഒരു കർമ്മം കണ്ടെത്തിയിട്ട് കൊടുക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഈശ്വരന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. നീ നിന്റെ നിലയിൽ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നാം നമ്മളെ നിലയിലാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഈശ്വരന് വേണ്ടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും എന്നെല്ലാം ചിന്തിക്കുന്നത്. ഈശ്വരൻ അങ്ങനെ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കൊടുക്കാനോ ഒന്നും. അങ്ങനെ ഈശ്വരന് അതിൻ്റെ ആവശ്യമില്ല. ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് നീ ഇത് ചെയ്യുക, ഇത് എൻ്റെ ജോലിയാണ്, അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ ജോലിയാണ്. അതിൻ്റെ ജോലി നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അത് തന്നെയാണ് നമ്മളെ ശരീരമായിട്ട് മാറിയിരിക്കുന്നത്. അതെന്നിട്ട് നമ്മളാണ് ഇത് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അതിൻ്റെ ജോലിയാണ്, അത് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അല്ലാതെ നമുക്ക് നമ്മളതായ ഒരു ജോലി കണ്ടെത്താനില്ല. നമ്മൾ ചിന്തിക്കുന്ന എല്ലാം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ ഒരു ജോലി ഈശ്വരൻ ഏൽപ്പിച്ചിട്ടില്ല. അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ചെന്തിനാണ്? ലോക പുരോഗതിയിൽ പങ്കെടുക്കാനാണ്. നമുക്ക് പല ലോകത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടി പലതും ചെയ്യാനുണ്ട്. ആ ജോലി ചെയ്യാനാണ് ഈശ്വരനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ജോലിയാണ്, അത് ചെയ്തു കൊടുക്കുക. അല്ലെ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഈശ്വരനെ ഏൽപ്പിച്ചതല്ല, നമ്മൾ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവയെ കർമ്മഫലത്തോട് ചേർക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മഫലമൊന്നും ഈശ്വരൻ്റെ ആയിട്ട് ബന്ധപ്പെടുന്നില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഈശ്വരനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമൊന്നും ഈശ്വരൻ തരാൻ പോകുന്നില്ല. ഈശ്വരൻ അതിൻ്റെ അകത്ത് ഒരു താല്പര്യമില്ല. അത് നീ എന്തോ ചെയ്ത് കൊണ്ടുവന്നു, നിൻ്റെ ഇഷ്ടത്തിന് നീ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞാനൊന്ന് ഉത്തരവാദി. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ഏൽപ്പിച്ചു. അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ തുന്നലാണ്, അതായത് കുട്ടികളോട് ഉടുപ്പടിക്കലാണ്. നമ്മളപ്പം പോയാൽ എന്ത് വേണം? കുട്ടികളോട് ഉടുപ്പടിച്ചിട്ട് കൊടുക്കണം. കുട്ടികളോട് ഉടുപ്പടിക്കുന്നതിന് പകരം ഇതെന്തിനാ എപ്പോഴും കുട്ടികളെ അടിക്കുന്നത്? ചിലപ്പോൾ പാൻ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുതലാളിക്ക് തൃപ്തിയാവും. കാരണം പാൻറ്റിനാണ് വലിയ വില കിട്ടുക, അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല ഡിമാൻഡായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ഉടുപ്പടിക്കണ്ട, പാൻ്റ് അടിക്കട്ടെ എന്ന് വെച്ചിട്ട് പാൻ്റൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി എന്താ പറയുക? നിന്നെ ചെയ്യുക, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി ഇട്ട് അത് ചെയ്താൽ മതി. അല്ല ഇതെല്ലാം നീ അടിച്ചിട്ടിരിക്കുന്നത്, നിന്നെ അതിനെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് നിൻ്റെ ആ പാൻറ്റും വേണ്ട, അതിൻ്റെ പൈസ ഞാൻ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുമെന്നും പറയും. അതുപോലെ ഈശ്വരൻ സൃഷ്ടിച്ചതിന് ഒരു കർമ്മമുണ്ട്. ആ കർമ്മം പുരോഗതിക്ക്, ലോകം 4 യുഗങ്ങളിലൂടെ നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കുകയാണ്. അതിൽ പങ്കെടുക്കാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ ചെയ്തിട്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമൊന്നും തരാൻ ഈശ്വരൻ പോകുന്നില്ല. ഈശ്വരന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈശ്വരനൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതെല്ലാം പിന്നെ ആൾക്കാർ ആരെല്ലാം ഉണ്ടാക്കി വെച്ചാണ്. ഈശ്വരന് വേണം, ഈശ്വരനെ കൊടുത്തില്ലെങ്കിൽ ഈശ്വരൻ ദേഷ്യം പിടിക്കും, കോപിച്ചു കിടക്കും. നല്ല ആരെല്ലോ തട്ടിവിട്ടതാണ്. എവിടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ഈശ്വരനായിക്കൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്കുള്ളതല്ല, ഈശ്വരനായിട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. ആ കർമ്മത്തിലേ ഉത്തരവാദിത്തമുള്ളൂ. നമ്മളെ ഒരു കർമ്മവും ചെയ്യാൻ ഈശ്വരൻ
ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടേതായ ഒരു കർമ്മവും ചെയ്തിട്ട് കൊടുക്കാൻ ഈശ്വരൻ നമ്മളോട് അതിൻ്റെ കർത്തൃത്വം, അതിൻ്റെ അവകാശം നമുക്കില്ല. അങ്ങനെ നമ്മളായിട്ട് ചെയ്യുന്ന ഒരു ജോലി ഈശ്വരൻ നമ്മളെ അനുവദിച്ചിട്ടില്ല. അതിൻ്റെ ഫലവും പ്രതീക്ഷിക്കണ്ട. സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മളിലൊരു ജനിതഘടന ഉണ്ടായിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് നീ ചെയ്യേണ്ട കർമ്മമാണ് ഇത് ചെയ്യുക എന്നൊരു സ്വഭാവം നമ്മൾ ഉദിച്ചു വരും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ജോലിയുണ്ട്. അത് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേണ്ട. ഇനി 15 ഈശ്വരൻ ആരുടെയും പാപവും പുണ്യവും സ്വീകരിക്കുന്നില്ല. ഈശ്വരന് എൻ്റെ പാപം പൊറുക്കണേ എന്നെല്ലാം പറയുന്നത് കേൾക്കാം. ഈശ്വരൻ നമ്മളെന്തെങ്കിലും പാപം ചെയ്ത് നമ്മളതായ നിലയിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ട് ഈശ്വരനോട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഇതല്ല പരിപാടി. ഈശ്വരൻ അവിടെ അതിൻ്റെ ഒന്നും നോക്കി അടക്കലല്ല പറഞ്ഞു. ഈശ്വരൻ ആരുടെയും പാപവും പുണ്യവും സ്വീകരിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായ നിലയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഈശ്വരനോട് ഞാൻ ഈ ചെയ്തു പോയി അത് ശ്രമിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാവവും പുണ്യം നമ്മളെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുമില്ല. ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ അതൊന്നും ഈശ്വരന് ബാധകവുമില്ല. ഈശ്വരൻ അതൊന്നും ശ്രമിക്കാൻ പോകുന്നില്ല. കാരണം ഈശ്വരൻ നമ്മളെ കൊണ്ട് ചില ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാവവും പുണ്യം ഉണ്ടെങ്കിൽ അതല്ല ഈശ്വരന് ഈശ്വരൻ പറഞ്ഞിട്ടാണ്. അതിൻ്റെ പാവവും പുണ്യമെങ്കിൽ ഈശ്വരനാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ പലതും കാട്ടിക്കൂട്ടിയിട്ട് പാവവും പുണ്യം ചെയ്തിട്ട് ഈശ്വരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈശ്വരൻ സ്വീകരിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ പോയിട്ട് ഈശ്വര എൻ്റെ പാവം ശ്രമിക്കണേ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ അത് ഈശ്വരൻ ഏൽപ്പിച്ച ജോലിയാണ്. അതിൻ്റെ പാവവും പുണ്യമല്ല ഈശ്വരനാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് വല്ല പാപവും പുണ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈശ്വരൻ അറിയേണ്ട കാര്യമില്ല. ഈശ്വരൻ സ്വീകരിക്കാനും പോകുന്നില്ല. ഈശ്വരൻ ആരുടെയും പാപവും പുണ്യവും സ്വീകരിക്കുന്നില്ല. ജ്ഞാനം അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ജീവികൾ മോഹത്തിൽ അകപ്പെട്ടു പോകുന്നു. അപ്പം അജ്ഞാനം കൊണ്ടാണ് ജീവികൾ അജ്ഞാനം മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ അജ്ഞാനമാണ് ഇതിനെല്ലാം കാരണം. നമ്മളെപ്പോഴും ഈശ്വരൻ്റെ അടുത്ത് ഈശ്വര ഞാൻ പാപം ചെയ്തു പോയി എന്നെ രക്ഷിക്കണേ, ഞാൻ പാപിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അജ്ഞാനമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വരൻ തീരുമാനിച്ചതാണ്. അത് ഈശ്വരൻ്റെ തീരുമാനമായതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നതേ യാന്ത്രികമായി ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ പാപവും പുണ്യമെല്ലാം ഈശ്വരനെ നോക്കിക്കോളും. നമുക്കതിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ അജ്ഞാനം കൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഴപ്പമാണ്. അത് ഈശ്വരനുമായിട്ടൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പാപമില്ല, പുണ്യമില്ല. 16 ഇവിടെ പറയാണ്, ആരുടെ ജ്ഞാനം അജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നുവോ അവർക്ക് ആരുടെ അജ്ഞാനം ആത്മജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നുവോ, ആരുടെ അജ്ഞാനം, നമ്മുടെ അജ്ഞാനം, ഇതെല്ലാം നമ്മുടെ അജ്ഞാനങ്ങളാണ്. നമ്മൾ പാപികളാണ്, എന്തെല്ലോ പാപം ചെയ്യുന്നുണ്ട് എന്നെല്ലാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും പാപം ചെയ്തു പോയി, ഇതെല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ അജ്ഞാനമാണ്. നമ്മൾ സ്വതന്ത്രമൊന്നുമല്ല. നമ്മൾ ജനിച്ചത് ഓരോ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ എന്ന ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരുടെ അജ്ഞാനം ആത്മജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നു, ഈ ആത്മാവിൻ്റെ തത്വം, അതാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്ലാനുണ്ട്, നമ്മൾ ചെയ്യേണ്ട ജോലികളല്ല. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും അത് പറയുന്ന ജ്ഞാനം, അത് പറയുന്ന അനുസരിച്ചാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മവും ആ ശക്തിയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന നിലയിലേക്ക് എത്തും. അവർക്ക് ആദിത്യൻ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ആ ജ്ഞാനം പരമമായ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തെ ആ ജ്ഞാനം ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും.
അതായത് ബ്രഹ്മമാണ് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് എന്ന സത്യത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരും. ഈ നിലയിൽ ചിന്തിക്കണം. നമുക്കൊരു പാപവും പുണ്യമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്കിതിൽ ഒരു പങ്കുമില്ല, ഞാൻ ചെയ്തു കൊടുക്കുന്നു. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ നിലയിലുള്ള പ്രവൃത്തിയും വരില്ല. ഞാനല്ല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന അതാണ് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളതായ നിലയിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അതിൻ്റെ പാപവും പുണ്യം അവനുണ്ടാവില്ല. അപ്പോൾ അതാണ് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കും. ആ ജ്ഞാനം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കും. 17 ബ്രഹ്മത്തിൽ മനസ്സൂന്നി. അപ്പം നമ്മളെ ചിന്ത എപ്പോഴും ആ ബ്രഹ്മമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാ കർമ്മം ചെയ്യുമ്പോൾ ഇത് ബ്രഹ്മമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സ് ബ്രഹ്മത്തിൽ ഊന്നി അതുമായി താതാത്മ്യം പ്രാപിക്കുന്നവന്, അതേപോലെ തന്നെ ബ്രഹ്മത്തെപ്പറ്റി മാത്രം ചിന്തിച്ചിരിക്കുന്നവന് ജ്ഞാനത്താൽ പാപമകന്ന് മോക്ഷം പ്രാപിക്കും. അങ്ങനെയുള്ളവന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊന്നും പാപവും തോന്നില്ല, പുണ്യവും തോന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ മനസ്സ് വളർത്താൻ പറ്റിയാൽ അവൻ മോക്ഷം പ്രാപിക്കും. അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്നതല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ബ്രാഹ്മണനെയും 18 പറയാണ്, നല്ല വിദ്യാഭ്യാസവും നല്ല ജ്ഞാനവുമുള്ള വിനയയിലുള്ള ബ്രാഹ്മണനെയും പശുവേയും ആനയെയും നായയെയും ചണ്ടാളനെയും ജ്ഞാനികൾ അവരിലെല്ലാം ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെ ദർശിക്കുന്നു. ഇതാണ് വേണ്ടത്. കാണുന്ന എല്ലാ ജീവനും, പട്ടിയായാലും പൂച്ചയായാലും, വലിയ ബുദ്ധിമാനായ ആളായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, ബ്രഹ്മത്തിൽ ദർശിക്കാൻ പറ്റുന്ന അവനാണ് ബ്രഹ്മജ്ഞാനികൾ. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണ്? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. ഇനി 19 ഇങ്ങനെ സമഭാവ ദൃഷ്ടി ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചാൽ, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ബ്രഹ്മത്തെ ദർശിക്കാനുള്ള ഒരു മാനസികമായി നമ്മൾ ഉയർന്ന് ചിന്തിച്ചാൽ സംസാരത്തെ അതിജീവിക്കും. ഈ സംസാര ദുഃഖമൊന്നും നമ്മളെ യേശില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. ഹിന്ദുവില്ല, മുസ്ലിമുള്ള, ക്രിസ്ത്യാനി ഒന്നുമില്ല. അവനാണ് ബ്രഹ്മജ്ഞാനി. ഇനി 20 പ്രിയത്തിൽ സന്തോഷവും അപ്രിയത്തിൽ ദുഃഖവും ചെയ്യാത്തവനും. എന്തെങ്കിലും നല്ല കാര്യം പോകുമ്പോൾ സന്തോഷം തോന്നുക, എന്തെങ്കിലും ചീത്ത കാര്യം കാണുമ്പോൾ ദുഃഖം തോന്നുക, അതില്ലാതെ അത് ചെയ്യാത്തവന്. അപ്പോൾ എന്തെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമൊന്നുമില്ല. ദുഃഖം വരുന്ന സംഭവം ഉണ്ടായാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം അവൻ്റെ സമയം തിരിച്ചു പോയി, ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഞാനും നാളെ ബ്രഹ്മത്തിൽ പോയി ലയിക്കട്ടെ. ഞാനും ബ്രഹ്മം തന്നെയാണ്. ജീവിച്ചാലും ബ്രഹ്മം തന്നെ, ജീവിച്ചിട്ടില്ലെങ്കിലും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. ഈ ശരീരം ഒരു ഉടുപ്പ് മാത്രമേ. ആ നിലയിൽ കാണാൻ പറ്റുന്നവനും സ്ഥിര ബുദ്ധിയുള്ളവനും, അവനാണ് സ്ഥിര ബുദ്ധിയുള്ളവനും. മോഹമില്ലാത്തവൻ, അവനെന്തില്ല, വേറെ മോഹങ്ങളൊന്നുമില്ല. ബ്രഹ്മജ്ഞാനിയാണ്. അവനാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനി. അവൻ ബ്രഹ്മത്തിൽ തന്നെ വർത്തിക്കുന്നു. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അവൻ ബ്രഹ്മത്തിൽ തന്നെയാണ്. അവൻ ബ്രഹ്മം തന്നെയായി മാറിയിരിക്കുകയാണ്. അവൻ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 21 ബാഹ്യവിഷയത്തിൽ അനാസക്തനായവന് ആത്മാവിൽ എന്ത് സുഖം അനുഭവിക്കുന്നുവോ അതുതന്നെ ബ്രഹ്മത്തിൽ യോഗയുക്തനായവനും അനുഭവിക്കുന്നു.
അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ ബാഹ്യ വിഷയത്തിൽ അനാസക്തനായ അവസ്ഥയാണ്. നമുക്ക് ബാഹ്യത്ത് കാണുന്ന ഒരു വിഷയത്തിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ ആത്മാവിൽ ഏത് സുഖം അനുഭവിക്കുന്നു, ആത്മാവിൽ എപ്പോഴും സുഖം, നമ്മൾ ആത്മാവ് സന്തുഷ്ടമായിരിക്കുന്നു. ബാഹ്യത്ത് നടക്കുന്ന ഒരു സംഭവവികാസങ്ങളിൽ നമ്മളെ താല്പര്യം പോകുന്നില്ലെങ്കിൽ എന്തൊരവസ്ഥയുള്ള ആണോ ഉള്ളത് അത് തന്നെയാണ് ബ്രഹ്മത്തിൽ യോഗയുക്തനായവന് അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും ബ്രഹ്മത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചതിന് ഉണ്ടാവുക. എൻ്റെ 22 ഏത് വിഷയസുഖമാണോ ഇന്ദ്രിയങ്ങളുടെ സമ്പർക്കം കൊണ്ടുണ്ടാകുന്നത് അത് ദുഃഖപ്രദമാണ്. എന്നാൽ എന്തെങ്കിലും വിഷയങ്ങൾ കാണുമ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങൾ ഏതൊരു വിഷയസുഖമാണോ ഇന്ദ്രിയങ്ങളുടെ വിഷയസമ്പർക്കം കൊണ്ടുണ്ടാകുന്നത്, ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെടുമ്പോൾ സുഖമോ ദുഃഖമോ എന്തെങ്കിലും അനുഭൂതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദുഃഖപ്രദമാണ് എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊടുമ്പോൾ നല്ല സുഖമുണ്ട് എന്ന് തോന്നിയാണെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയാണ്. നാളെ അത് ദോഷമായതും വേറൊരു പരുക്കം തുടങ്ങും, അയ്യേ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നു, അത് നാളെ പരുക്കലും തുടങ്ങും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ആ വിഷയങ്ങളുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവുന്നോ, സുഖവും ദുഃഖവും തോന്നുന്നുണ്ടെങ്കിൽ അവന് എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും. അത് ദുഃഖപ്രദമാണ്. അതിന് ആദ്യവും അന്ത്യവും ഉണ്ട്. അതായത് ഇപ്പം തൊടുമ്പോൾ നല്ല സ്മൂത്താണ്, കൊള്ളാം, എന്ത് സുഖമാണ് തൊടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തൊടാൻ പോകുന്ന സാധനം എന്തായിരിക്കും? നല്ല പരുവരുത്ത വല്ല സാധനമായിരിക്കും. അന്നേരം നമുക്ക് നയ്യേ ഇതെന്തോന്നു. ഈ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന് അന്ത്യമുണ്ട്. ഇപ്പം തൊടുന്നത് സുഖമുള്ളതാണെങ്കിൽ നാളെ തൊടാൻ പോകുന്നത് മോശമുള്ള വല്ലതുമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കണ്ടുമ്പോൾ നല്ല സന്തോഷം തോന്നിയാൽ അടുത്ത നിമിഷം കാണാൻ പോകുന്ന വിഷയം വല്ല ദുഃഖമുള്ളതായിരിക്കും. അതുകൊണ്ട് അതിന് ആദ്യമുണ്ട് അന്ത്യമുണ്ട്, എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. വിദ്വാൻ അതിൽ രമിക്കില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ ചിലത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും, ചിലത് കാണുമ്പോൾ വൃത്തികെട്ടയും കാണും. നമ്മൾ ഭൂമിയിലേക്ക് മുമ്പിൽ നോക്കുമ്പോൾ നല്ല സുന്ദരമായ തോട്ടം കാണും, അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ മലിനജലം കെട്ടിക്കിടക്കുന്ന ജലമായിരിക്കും കാണാം. അത് കാണുമ്പോൾ തന്നെ മൂക്കിൽ മാറ്റുമായിരിക്കും. അപ്പം രണ്ട് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ശാന്തിയാണ്. അല്ലാതെ ഒന്ന് കാണുമ്പോൾ സുഖം തോന്നിയിട്ട് മറ്റേത് കാണുമ്പോൾ അടുത്ത നിമിഷം വേറെയാ കാണുക. അപ്പം എപ്പോഴും ഇതിങ്ങനെ വന്നും പോയും കൊണ്ടേ എനിക്ക് ഒരിക്കലും ശാന്തി കിട്ടാൻ പോകുന്നില്ല. ശാന്തി കിട്ടണ്ടെങ്കിൽ നല്ല കാണുമ്പോഴും മോശം കാണുമ്പോഴും മനസ്സ് കാമും എല്ലാം ഒരുപോലെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സെന്തായിരിക്കും? കാമായിരിക്കും. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഇനി 23 ആരാണോ ഇവിടെ വെച്ചു തന്നെ ശരീരനാശത്തിന് മുമ്പ് കാമക്രോധങ്ങൾ ഉളവാകുന്ന ഇവയെല്ലാം നിയന്ത്രിക്കുന്നത്, ക്ഷോഭത്തെ നിയന്ത്രിക്കുന്നത്, അവൻ യോഗയുക്തനാവുകയും സുഖം അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് കാമക്രോധങ്ങളെല്ലാം ഉണ്ടായാലും അതെല്ലാം അതിലൂട്ടി ഉണ്ടാകുന്ന ക്ഷോഭങ്ങളെയെല്ലാം നിയന്ത്രിക്കുവാൻ പറ്റിയെങ്കിൽ കാമക്രോധാദികളാൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ക്ഷോഭം. ക്ഷോഭം വരും എന്തായാലും. ഇതെല്ലാം അവസാനം എത്തിച്ചേർന്ന ക്ഷോഭത്തിൽ തന്നെയാണ്. കാമം ക്രോധം ഇതെല്ലാം ക്ഷോഭത്തിൽ തന്നെയാണ് അവസാനം എത്തിച്ചേരുക. അപ്പം അതിനെയെല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പിൽ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയാൽ അവനെന്ത് ചെയ്യുന്നു?
യോഗയുക്തനാകും. അവന് യോഗം തന്നെയാണ് സംഭവിക്കുകയാണ്, ബ്രഹ്മവുമായി ചേരുകയാണ്. അത് തന്നെയാണ് യോഗം. അവൻ സുഖം അനുഭവിക്കും എന്ന് പറയുകയാണ്, അവന് സുഖം കിട്ടും. ഇനി 24, ആര് ഉള്ളിൽ സുഖം കണ്ടെത്തുകയും ഉള്ളിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നുവോ, ആര് ഉള്ളിൽ തന്നെ ജ്ഞാനം കണ്ടെത്തുന്നുവോ, ആ യോഗി ബ്രഹ്മമായി തീർന്നു നിർവ്വാണം പ്രാപിക്കും. നമ്മളെ ഉള്ളിൽ തന്നെ സുഖം കണ്ടെത്തും. ഉള്ളിൽ തന്നെ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. ഉള്ളിൽ ഒരു ബ്രഹ്മമുണ്ട്. ബ്രഹ്മം പുറത്തു മാത്രമല്ല, നമ്മൾ ഉള്ളിൽ നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത് ആ ബ്രഹ്മമാണ്. അപ്പം ഞാനെന്ന ചിന്ത എപ്പോഴും ആ ബ്രഹ്മത്തിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ഉള്ളിൽ രമിക്കുക, ആ ബ്രഹ്മവുമായിട്ട് രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിലുള്ള ആ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉള്ളിൽ തന്നെ സുഖം, അതുമായിട്ട് ആ ബ്രഹ്മവുമായിട്ട് അങ്ങനെ ലയിച്ചിരിക്കുക. സുഖം അനുഭവിക്കുകയാണെങ്കിൽ അവൻ ബ്രഹ്മമായി തീരുന്നു, നിർവ്വാണം പ്രാപിക്കും എന്ന് പറയുകയാണ്. അവൻ ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അതായത് ബാഹ്യ ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് ഉള്ളിൽ തന്നെ എപ്പോഴും മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. 25, സംശയം നശിച്ചവർക്ക് സംശയം നശിച്ച് മനോജയം നേടണം. ഈ സംശയം എന്ന് പറയുന്നതെല്ലാം നശിച്ചിട്ട് ഒരു സംശയവും പാടില്ല. എന്നിട്ട് മനസ്സിനെ ജയിക്കണം. സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിൽ തൽപരരുമായ ഋഷിമാർ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ഈ ഋഷികളെല്ലാം സംശയമൊന്നുമില്ലാത്ത തരത്തിൽ ജ്ഞാനം നേടിയവരാണ്. അപ്പം ജ്ഞാനത്തിലൂടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാം. ഋഷികളെല്ലാം ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയവരാണ്. അപ്പം സംശയമൊന്നും അവർക്കില്ല. അതോടുകൂടി അവരുടെ സംശയങ്ങളെല്ലാം ജ്ഞാനം തികഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നും ഇല്ലാതെ തീരും. അപ്പം ചിന്തകന്മാർ ചിന്തിച്ച് പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംശയങ്ങളില്ല. സംശയമില്ലാത്ത ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിൽ എന്നിട്ട് തൽപരരാകും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് ഋഷികൾ എഴുതി വച്ചിരിക്കുന്നത് ഗ്രന്ഥങ്ങളെല്ലാം. അവരിപ്പോൾ എല്ലാ ജ്ഞാനവും നേടിക്കഴിഞ്ഞു, ലോകത്തിന് വേണ്ടി അത് എഴുതി വെച്ചു. ഋഷിമാർ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. അപ്പം ഋഷികളൊന്നും സന്യാസം സ്വീകരിച്ചു പോയിട്ടല്ല ബ്രഹ്മജ്ഞാനം നേടിയിരിക്കുന്നത്. അർജുനനോട് പറയുകയാണ്, നീ സന്യാസിയായി പോകാൻ വേണ്ടി ശ്രമിക്കുകയൊന്നും വേണ്ട. ഈ ഋഷികളെല്ലാം ജ്ഞാനം നേടിയിട്ട് അവരുടെ ജോലി അതാണ്. എല്ലാ ജ്ഞാനവും നേടി ലോകനന്മക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അവർ ഋഷികളായി, അവരും ആനന്ദസുഖം അനുഭവിക്കുകയാണ്, ബ്രഹ്മാനന്ദം അനുഭവിക്കുകയാണ്. നീയും സന്യസിക്കാൻ പോകുന്ന എന്തിനാ? നിനക്ക് ധർമ്മയുദ്ധം ചെയ്ത് ധർമ്മയുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞ് അത് നിന്റെ കർമ്മമായിട്ട് കണ്ടുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. ആ കർമ്മം ചെയ്ത് തീർക്കുമ്പോൾ തനിക്ക് വേണ്ടി എന്ന ചിന്തയില്ലെങ്കിൽ പിന്നെ അത് മറ്റേ ബന്ധുവാണ്, ഇത് മറ്റേ കൂട്ടുകാരനാണെന്ന ചിന്തയൊന്നും വരില്ല. ഞാൻ യുദ്ധമേ ചെയ്യുന്നുള്ളൂ. അപ്പുറത്തെ ആരാ നിൽക്കുന്ന ഞാൻ നോക്കുന്നുണ്ട്. അപ്പുറത്തെ ആരായാലും ഞാൻ അവരെയെല്ലാം കൊല്ലുന്നു. അവരെല്ലാം ബ്രഹ്മം തന്നെയാണ്. എൻ്റെ ജോലിയാണ് ഈ ബ്രഹ്മത്തെ തന്നെയാണ് കൊല്ലുന്നത്. എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇതിൻ്റെ കാലം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നശിപ്പിക്കുന്നു എന്ന നിലയിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും ബ്രഹ്മസുഖം അനുഭവിക്കാം. അത്രേ വേണ്ടൂ. എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. മുമ്പിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത ബ്രഹ്മമാണ് ഈ ഭീഷ്മരും ദ്രോണാചാര്യരെല്ലാം. അതിൽ ആവശ്യം കഴിഞ്ഞ് പഴകിയതാണ്. ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ അങ്ങ് തട്ടി നീക്കിക്കളയും. അപ്പോൾ ഒരു മനസ്സിന് പ്രശ്നവും ഉണ്ടാവില്ല. എന്നിട്ട് 26 പറയുന്ന ആത്മാവിനെ ജയിച്ചവനും കാമക്രോധങ്ങളില്ലാത്തവരും മനസ്സിനെ നിയന്ത്രിച്ചവരുമായ യോഗികൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരാണ്. അങ്ങനെ ആസക്തിയൊന്നുമില്ലാതെ, ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, കാമക്രോധങ്ങളൊന്നുമില്ല, കാമവും ക്രോധമൊന്നും ഇല്ല, മനസ്സിനെ നിയന്ത്രിച്ചവരുമായ യോഗികൾ. ഈ യോഗികൾ എന്ന് പറയുമ്പോൾ അത് സന്യാസയോഗ ആയാലും വേണ്ടിയില്ല, കർമ്മയോഗ ആയാലും വേണ്ടിയില്ല, അവരെല്ലാം തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്. ആസക്തിയില്ല, കാമക്രോധങ്ങളില്ല,
മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന യോഗികൾ എന്ത് പറ്റുന്നു? ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇനി 27 മുതൽ 28 വരെ അവസാന സൂക്തം. ബാഹ്യ വികാരങ്ങളെ പുറത്താക്കി നോട്ടം അപ്പോൾ എന്ത് വേണം? ബാഹ്യവികാരങ്ങളെ പുറത്താക്കി. അപ്പോൾ ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യവികാരങ്ങളെല്ലാം പുറത്തു നിന്നുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന വികാരങ്ങളെയെല്ലാം ഒതുക്കി ബ്രഹ്മദ്യത്തിൽ നോട്ടം ഉറപ്പിച്ച് നമ്മളുടെ ശ്രദ്ധ നോട്ടം ലക്ഷ്യത്തിലേക്ക് എന്നാക്കാം. ഒരു സന്യാസിയായിട്ട് മുനിയായിട്ടിരിക്കുകയാണെങ്കിൽ അവർ കണ്ണടച്ചിട്ട് നെറ്റിയുടെ നേർക്കൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. എന്നിട്ടോ പ്രാണൻ അപാനനെ എല്ലാം ഏകീകരിച്ച് സമീകരിച്ച് ഒന്നാക്കി. പ്രാണൻ എന്ന് പറഞ്ഞാൽ സിഗ്നലും തലയിൽ നിന്ന് കീഴോട്ടേക്ക് സിഗ്നൽ പോയിട്ടാണ് അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. അവയവങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നൽ ബുദ്ധിയിലെത്തുമ്പോഴാണ് അത് ചിന്തിച്ച് ഓരോ വിലയിരുത്തൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയതിനെല്ലാം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്ത് നേടാം. അങ്ങനെ അവയെ ഏകോപിപ്പിച്ച്, അതായത് ആ പ്രവർത്തനങ്ങളെ അങ്ങ് നിശേഷം ഇല്ലാതായി നമ്മൾ മനസ്സിനെ കേന്ദ്രീകരിച്ച് വെക്കുമ്പോൾ ഈ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തന്നാലെ നിന്നോളും. ഇച്ഛ, ക്രോധം, ഭയം ഇവ വെടിഞ്ഞ് മോക്ഷത്തിൽ തൽപരരായി കഴിയുന്ന മുനി, മോക്ഷം മാത്രം മതി എന്ന് തൽപരരായി കഴിയുന്ന മുനി എപ്പോഴും മുക്തനായി ഭവിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരും മുക്തി ലഭിക്കും. അപ്പോൾ മുക്തി ലഭിക്കുവാൻ പല വഴികളുണ്ട്. പക്ഷെ എല്ലാം ഓരോ കർമ്മം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പലതരത്തിൽ മുക്തി നേടാം. അതിൽ പ്രത്യേക ഒരു വഴിയൊന്നും തിരഞ്ഞെടുക്കാം. അതിൽ ഓരോർക്ക് സൂട്ടബിളായിട്ടുള്ള വഴിയെടുക്കാം. എല്ലാ വഴികളും ഏതെടുത്തു കഴിഞ്ഞാലും ഫലം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മുനികൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഋഷികൾ അവരുടെ നിലയിൽ ജ്ഞാനം പകർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ പലതരത്തിൽ പല ആൾക്കാർ ജീവിക്കുന്നു. പക്ഷെ അർജുനന് യോജിച്ച ഏതാണ്? അദ്ദേഹം ക്ഷത്രിയനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് എല്ലാം ബ്രഹ്മമായി ദർശിച്ചുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് ഏത് വഴിയിൽ പോയാലും ചെയ്യേണ്ടത് എന്താണ്? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. ബ്രഹ്മമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ദർശിച്ചിട്ട് ഈ ചെയ്യുന്നതെല്ലാം ബ്രഹ്മമാണ് ചെയ്യിക്കുന്നത്, ബ്രഹ്മത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുകയാണ്, എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് എല്ലാത്തിലും ആ ബ്രഹ്മമാണ് ജയിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോഴും മുന്നിൽ നിൽക്കുന്നതെല്ലാം ബ്രഹ്മമാണ്. അത് പഴക്കമായി അതിനെ തട്ടി നീക്കാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനത് തട്ടി നീക്കുന്നു. അതിലൊന്നും പിന്നെ മറ്റേ പിതാമഹനാണ്, മറ്റേ ജ്യേഷ്ഠൻ്റെ മോനാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ബ്രഹ്മം തന്നെ. ആ നിലയിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം പ്രാപിക്കാം. അപ്പം അതിന് ഒരു പ്രത്യേക രീതിയൊന്നും സ്വീകരിക്കേണ്ട. ഓരോ രീതിയിലേക്ക് പോകും. അർജുനന് വിധിച്ചത് ഇതാണ്. ഈ പറയുന്നതിൽ തന്നെ ഒന്ന് വ്യക്തമാണ്, നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനൊന്നും കഴിയൊന്നുമില്ല. നമ്മളെ സൃഷ്ടിച്ചത് ഓരോ കർമ്മം ചെയ്യാൻ അതിൽ ചെയ്ത് കൊടുക്കുക.